അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ അഹങ്കാരിയെക്കുറിച്ച്, അഹങ്കാരിയുടെ പാരത്രിക അവസ്ഥ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബിർ. അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ കടക്കില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു തആല ഏതെങ്കിലും ഉയർച്ചയോ വളർച്ചയോ തരുമ്പോൾ അതിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് റബ്ബിന്റെ അനുഗ്രഹത്തിൽ അല്ലാഹു തആല തന്ന നിഅമത്തിൽ സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ നിഅമത്തിൽ നന്ദി ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും നമ്മൾ കൂടുതൽ വിനയാന്വിതരാവുകയും ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇബ്ലീസിന്റെ ആ ഒരു കൂട്ടത്തിൽ, ഇബ്ലീസിന്റെ സ്വഭാവത്തിൽ നമ്മൾ വിട്ടുപോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.